ഇൻഡോർ. ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള നഗരമെന്ന നേട്ടം തുടർച്ചയായി കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയൽ സിറ്റി. ശുചിത്വത്തിൽ മാത്രമല്ല, സൗന്ദര്യവൽക്കരണത്തിലും ആസൂത്രണ മികവിലുമെല്ലാം മാതൃകയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ. ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യവും ജനങ്ങളുടെ സഹകരണവും ഒരുപോലെ ഇൻഡോറിന്റെ പുരോഗതിക്ക് പിന്നിലുണ്ട്. IT, വാഹന നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലായി നൂറുകണക്കിന് കമ്പനികൾ ഇൻഡോറിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ ഇൻഡോറിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നാം സിറ്റി ടൂറിലൂടെ കടന്നു ചെല്ലുന്നത്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഇൻഡോർ നഗരത്തിലെ പ്രധാനപ്പെട്ട 7 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ചപ്പൻ ദൂക്കാൻ, തുടർന്ന് രാജവാഡ പാലസ്, പിന്നെ കാഞ്ച് മന്ദിർ, അടുത്തത് ലാൽബാഗ് പാലസ്, അവിടെ നിന്നും റാലമണ്ഡൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അടുത്തത് പാട്ടാൾ പാനി വാട്ടർഫാൾ, അവസാനമായി ഓംകാരേശ്വർ ടെമ്പിൾ. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റിലേക്കാണ് നാം ആദ്യം പോകുന്നത്. ചപ്പൻ ദൂക്കാൻ ഫുഡ് സ്ട്രീറ്റ്. ടൂറിസത്തിന് പേരുകേട്ട ബാങ്കോക്ക്, ഹാനോയ് തുടങ്ങിയ വിദേശ നഗരങ്ങളിലെ ഫുഡ് സ്ട്രീറ്റുകൾ സിറ്റി ടൂറിൽ നാം മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനൊന്ന് ഇന്ത്യയിൽ സാധ്യമാണോ എന്ന് നിങ്ങളിൽ പലരും ചിന്തിച്ചിരിക്കാം. അതിനൊരു ഉത്തരമാണ് ചപ്പൻ ദൂക്കാൻ. ചപ്പൻ ദൂക്കാൻ എന്നാൽ 56 കടകൾ എന്നാണ് അർത്ഥം. 56 സ്റ്റാളുകളാണ് ഈ തെരുവിലുള്ളത്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, എരിവുള്ളത്, മധുരമുള്ളത്, അങ്ങനെ പലതരം വിഭവങ്ങളും ലഭിക്കും. ഭക്ഷണത്തെക്കാൾ ഉപരി ഇവിടുത്തെ അന്തരീക്ഷമായിരിക്കും ഒരു ടൂറിസ്റ്റിനെ ആകർഷിക്കുക. ഒരു കാലത്ത് തിരക്കേറിയ പാതയുടെ ഭാഗമായിരുന്ന ഇടം ഗതാഗതം നിരോധിച്ച് ഫുഡ് സ്ട്രീറ്റാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നിലം പൂർണ്ണമായും ടൈൽ വിരിച്ചിരിക്കുന്നു. ഇടയ്ക്കിടെ പൂച്ചെടികളും ഇരിപ്പിടങ്ങളും. എല്ലാ നിർമ്മിതികളും പരസ്പരം ചേരും വിധം സൗന്ദര്യബോധത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഫുഡ് സ്റ്റാളുകളിൽ നൽകിയിട്ടില്ല. ഭക്ഷണം വാങ്ങി വന്ന് ഈ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് വേണം കഴിക്കാൻ. പലയിടങ്ങളിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് നേരിട്ട് കാണാം. ഇവിടെയും വൃത്തിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാകം ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ വാങ്ങി കഴിക്കുന്നത് രസകരമായ അനുഭവമായിരിക്കും. ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് സൗഹൃദം പങ്കിടുന്ന സുഹൃത്ത് സംഘങ്ങളെയും ഒഴിവു സമയം ചിലവിടുന്ന കുടുംബങ്ങളെയും ഇവിടെ ധാരാളം കാണാം. വൃത്തിയും വെടിപ്പുമുള്ള പരിസരം. ഇന്ത്യയിൽ ഏതൊരു ടൂറിസം കേന്ദ്രത്തിലും ഓപ്പൺ എയർ ഫുഡ് കോർട്ട് സാധ്യമാകുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ചപ്പൻ ദൂക്കാൻ. ഇൻഡോർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകത്തിലേക്കാണ് ഇനി നാം പോകുന്നത്. രാജവാഡ പാലസ്. ഹോൽക്കർ രാജവംശം 18ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കൊട്ടാരം.
മറാത്ത ആർക്കിടെക്ചറിലുള്ള രൂപകൽപ്പനയാണ് കൊട്ടാരത്തിന്റെ മുഖ്യ ആകർഷണം. മുഗൾ ഫ്രഞ്ച് ശൈലികളുടെ സ്വാധീനവും ഡിസൈനിങ്ങിലുണ്ട്. കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് മുന്നിലെ ഉദ്യാനമാണ്. ഇവിടം ഇപ്പോഴൊരു പബ്ലിക് പാർക്കാണ്. പാർക്ക് കടന്ന് കൊട്ടാരത്തിന്റെ പടിപ്പുരയുടെ മുന്നിലേക്ക് എത്താം. 7 നിലയുണ്ട് കൊട്ടാരത്തിന്റെ മുൻഭാഗത്തിന്. തടിയിൽ നിർമ്മിച്ച വലിയ വാതിൽ ഇവിടെ ഒരു കാഴ്ചയാണ്. മുകളിൽ മുഗൾ ശൈലിയിലുള്ള മട്ടുപ്പാവുകൾ, നിരവധി ജനാലകളും. അലങ്കാരപ്പണികൾ ലളിതമാണെങ്കിലും ആകെ കാഴ്ചയിൽ പ്രൗഢമാണ് കൊട്ടാരത്തിന്റെ മുൻവശം. കവാടം കടന്നെത്തുന്നത് ഒരു നടുമുറ്റത്തേക്കാണ്. മുറ്റത്തിന് ചുറ്റുമായി കൊട്ടാരക്കെട്ടിന്റെ ഭാഗമായ കെട്ടിടങ്ങൾ. ഇതിൽ മുകളിലുള്ള നിലകളിലേക്ക് പടിക്കെട്ടുകളിലൂടെ കയറി ചെല്ലാനാകും. മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ചുറ്റുവട്ട കാഴ്ചകളും കാണാം. കൊട്ടാരത്തിന് ഉൾവശത്തെ അലങ്കാരങ്ങളിലാണ് യൂറോപ്യൻ ശൈലികൾ പ്രകടമാവുന്നത്. കേടുപാടുകൾ തീർത്ത് തനത് രൂപത്തിൽ കൊട്ടാരക്കെട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഈ കാഴ്ചകൾ ഇൻഡോറിന്റെ പഴയ കാലത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുക. ഒരു മ്യൂസിയവും കൂടി ഉൾപ്പെടുന്നതാണ് പാലസ് കോംപ്ലക്സ്. ഇൻഡോറിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ പുരാവസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ആയുധങ്ങൾ, പുരാരേഖകൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ കാണാം. വൈകിട്ട് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കൊട്ടാരത്തിൽ അരങ്ങേറുന്നുണ്ട്. രാജ്വാഡ പാലസിന്റെയും ഇൻഡോർ രാജ്യത്തിന്റെയും ചരിത്രമാണ് വിഷയം. അടുത്തതായി കാണേണ്ടത് ഒരു ജൈന ക്ഷേത്രമാണ്. കാഞ്ച് മന്ദിർ അഥവാ ടെമ്പിൾ ഓഫ് ഗ്ലാസ്. കണ്ണാടി ചില്ലുകൾ പാകി നിർമ്മിച്ച ക്ഷേത്രം. സേട്ട് ഹുക്കുംചന്ദ് എന്ന വ്യവസായിയാണ് ഈ വ്യത്യസ്തമായ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. കോട്ടൺ പ്രിൻസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായും ഹുക്കുംചന്ദ് പ്രവർത്തിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഷീഷ് മഹൽ എന്ന ഭവനവും കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ കാഞ്ച് മന്ദിറിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാവില്ല. ജൈൻ ആർക്കിടെക്ചറിലുള്ള ഒരു സാധാരണ നിർമ്മിതി മാത്രം. എന്നാൽ കവാടത്തിലുള്ള പടിക്കെട്ട് മുതൽ ഗ്ലാസിന്റെ മായിക ലോകം കണ്ടു തുടങ്ങും. ഭിത്തിയും മേൽക്കൂരയുമെല്ലാം കണ്ണാടി കഷണങ്ങൾ പതിച്ച് മോടി പിടിപ്പിച്ചിരിക്കുന്നു. പേർഷ്യൻ അലങ്കാര ശൈലികളും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറാനിൽ നിന്നും ജയ്പൂരിൽ നിന്നുമുള്ള ശില്പികളാണ് ഇത് നിർമ്മിച്ചത്. മഹാവീരന്റേതടക്കമുള്ള ജൈനമത ആചാര്യന്മാരുടെ വിഗ്രഹങ്ങളാണ് ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ജൈനമതസ്ഥരുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിവിടം. ഏറെ പ്രത്യേകതകളുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ് ഇനി പോകുന്നത്. ലാൽ ബാഗ് പാലസ്. യൂറോപ്യൻ മാതൃകയിൽ പണികഴിപ്പിച്ചിരിക്കുന്നുവെന്നതാണ് ഈ കൊട്ടാരത്തിന്റെ സവിശേഷത.
റിനൈസൻസ്, ബറോക്ക് തുടങ്ങിയ യൂറോപ്യൻ ആർക്കിടെക്ചറുകളാണ് രൂപകൽപ്പനയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഹോൾക്കർ രാജകുടുംബം വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചിരുന്നത് ഇവിടെയായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ. 76 ഏക്കർ വിസ്തൃതിയുള്ള വിശാല കോമ്പൗണ്ടിലാണ് കൊട്ടാരത്തിന്റെ സ്ഥാനം. പുൽത്തകിടിയും മരക്കൂട്ടവുമൊക്കെയുള്ള ഉദ്യാനം വിശ്രമത്തിനും ഒഴിവു സമയം ചെലവിടാനും ഉത്തമമാണ്. രാജഭരണകാലത്ത് 20 ഏക്കർ വിസ്തൃതിയുള്ള റോസ് ഗാർഡനും ഇവിടെ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിന്റെ മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ യൂറോപ്യൻ സ്വാധീനം കാണാനാവും. ബർമിംഗ്ഹാം കൊട്ടാരത്തിന്റെ കവാടമാണ് ഇവിടെ മാതൃകയായി സ്വീകരിച്ചിട്ടുള്ളത്. ഗേറ്റ് കടന്ന് കൊട്ടാരത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് വ്യത്യസ്തമായ പൂമുഖമായിരിക്കും. കിരീടം വെച്ച പോലെയുള്ള അലങ്കാരങ്ങൾ നൽകിയ മുഖപ്പ്. പുറമെ ലളിതമായൊരു നിർമ്മിതിയായി തോന്നുമെങ്കിലും ഉൾവശം യൂറോപ്യൻ കൊട്ടാരങ്ങളെ പോലെ പ്രൗഢമാണ്. ടൈൽ ഉപയോഗിച്ച് നിലത്തും ഭിത്തിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഡിസൈനുകൾ മനോഹരമായ കാഴ്ചയാകുന്നു. ഗോൾഡൻ നിറത്തിലുള്ള ബോർഡർ നൽകിയാണ് അലങ്കാരങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രകാശം തട്ടുമ്പോൾ ഇത് വർണ്ണാഭമാകും. കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഹാളുകളും റൂമുകളും അതേപടി സംരക്ഷിച്ചിട്ടുണ്ട്. ഫർണിച്ചറുകൾ പോലും തൽസ്ഥാനത്ത് സൂക്ഷിച്ചിരിക്കുന്നു. കൊട്ടാരത്തിലെ ക്രൗൺ ഹാളാണ് ഏറ്റവും ഗംഭീരം. അലങ്കാര സമ്പന്നമായ ചുവരുകളും മ്യൂറലുകളും യൂറോപ്യൻ കൊട്ടാരങ്ങളുടെ ഓർമ്മ മനസ്സിലുണർത്തും. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഇനി നമ്മൾ പോകുന്നത് വിന്ധ്യ മൗണ്ടൻ റേഞ്ചിന്റെ സൗന്ദര്യവും ആവാസ വ്യവസ്ഥയും കാണാനാവുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. റാലമണ്ടൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഹോൾക്കർ രാജകുടുംബത്തിന്റെ ഹണ്ടിംഗ് ഗ്രൗണ്ടായിരുന്ന 5 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഈ സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുന്നത്. മാൻ, മയിൽ, കുരങ്ങ് തുടങ്ങിയ ജീവികളെ ഇവിടെ ധാരാളം കാണാം. അപൂർവമായി പുള്ളിപ്പുലികളെയും. ഉയരം കുറഞ്ഞ വൃക്ഷങ്ങളാണ് വനത്തിൽ കൂടുതലും. ഇടയ്ക്കിടെ ചോലക്കാടുകളും പുൽമേടുകളുമുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചിലവിടാൻ ഇതൊരു നല്ല ഡെസ്റ്റിനേഷനാണ്. അവധി ദിവസങ്ങളിൽ തിരക്കുകൾക്ക് വിട നൽകി ധാരാളം നഗരവാസികൾ ഇവിടേക്ക് എത്തുന്നു. ഹൈക്കിംഗ് ആണ് റാലമണ്ടൽ വന്യജീവി സങ്കേതത്തിലെ പ്രധാന ആക്ടിവിറ്റി. നിരവധി ട്രെയിലുകൾ വനത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. താൽപ്പര്യമുള്ള റൂട്ട് തെരഞ്ഞെടുത്ത് സന്ദർശകർക്ക് ഹൈക്കിങ്ങിൽ ഏർപ്പെടാം. ചില പാതകൾ കുത്തനെയുള്ള ചരിവുകളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും ഒക്കെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ശാരീരിക ക്ഷമത കൂടി പരിഗണിക്കണം. ശിക്കാർഗർ എന്ന പഴയ ഹണ്ടിംഗ് ലോഡ്ജിലേക്കുള്ള പാതയിലൂടെയാണ് ഇവിടെ ഭൂരിഭാഗം ടൂറിസ്റ്റുകളും ഹൈക്കിംഗ് നടത്തുന്നത്. വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരമേറിയ കുന്നിന്റെ മുകളിലായി ഹണ്ടിംഗ് ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നാൽ ഇൻഡോർ നഗരത്തിന്റെ അടക്കം ചുറ്റുവട്ട കാഴ്ചകൾ കാണാം.
വേട്ടയാടൽ ചരിത്രം പറയുന്ന ഒരു മ്യൂസിയവും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സഫാരി യാത്രകളും ഇവിടെ ആസ്വദിക്കാം. രാവിലെയും വൈകിട്ടുമാണ് വനത്തിലെ പാതകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം. മാൻ പോലെയുള്ള ജീവികളെ ധാരാളമായി കാണാമെങ്കിലും പുള്ളിപ്പുലിയും മറ്റും അപൂർവമായേ ദൃഷ്ടിയിൽപ്പെടൂ. പക്ഷിവർഗങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ പക്ഷി നിരീക്ഷകരുടെ ഒരു പ്രധാന കേന്ദ്രമാണിവിടം. ഇനി നമുക്ക് ചോറൽ നദിയിലെ പാട്ടാൾപാനി വെള്ളച്ചാട്ടം കാണാൻ പോകാം. വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് ഇൻഡോറിൽ നിന്നും 30 കിലോമീറ്ററോളം സഞ്ചരിക്കണം. വിന്ധ്യ മലനിരയിലെ വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര വളരെ രസകരമായ അനുഭവമാണ്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളാണ് വഴിയിൽ കാഴ്ച. മഴക്കാലത്ത് ഈ പ്രദേശങ്ങൾ കൂടുതൽ ഹരിതാഭമാവും. ചോറൽ നദി നിറഞ്ഞൊഴുകുന്നതും മഴക്കാലത്താണ്. അതുകൊണ്ട് വെള്ളച്ചാട്ടം മഴക്കാലത്ത് സന്ദർശിക്കുന്നതാണ് ഉത്തമം. വേനലിൽ വെള്ളത്തിന്റെ അളവ് വളരെ കുറയുന്നതിനാൽ വിരസമായിരിക്കും കാഴ്ച. പാട്ടാൾപാനി ഫോൾസിന് ചുറ്റുമായി ഒന്നിലധികം വ്യൂ പോയിന്റുകൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ പല ആംഗിളിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ നിന്നും കാണാം. ഹൈക്കിംഗ് ഇവിടുത്തെ രസകരമായൊരു ആക്ടിവിറ്റിയാണ്. ഹൈക്കിംഗ് ട്രെയിലുകളിലൂടെ വെള്ളച്ചാട്ടത്തിന് ചുവട്ടിലേക്ക് ചെല്ലാം. കല്ലക്കുണ്ട് എന്ന ഹിൽ സ്റ്റേഷനിലേക്കുള്ള ഹെറിറ്റേജ് ട്രെയിൻ സർവീസാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. ജലപാതത്തിന് അഭിമുഖമായാണ് മീറ്റർ ഗേജ് പാത കടന്നു പോകുന്നത്. വിന്ധ്യ മലനിരയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് കലകുണ്ട് വരെ ട്രെയിനിൽ സഞ്ചരിക്കാം. ഓംകാരേശ്വർ ക്ഷേത്രമാണ് നമ്മുടെ അവസാന ഡെസ്റ്റിനേഷൻ. നഗരത്തിൽ നിന്നും 3 മണിക്കൂറോളം യാത്ര ചെയ്യണം നർമ്മദയുടെ തീരത്തുള്ള ക്ഷേത്രത്തിലെത്താൻ. ഹിന്ദിയിലെ ഓം എന്ന വാക്കിന്റെ ആകൃതിയിലുള്ള മന്ദാത ദ്വീപിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. സമീപത്ത് തന്നെ ഓംകാരേശ്വർ അണക്കെട്ടും സ്ഥിതി ചെയ്യുന്നുണ്ട്. 11ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യം ക്ഷേത്രം നിർമ്മിച്ചത്. മുസ്ലിം അധിനിവേശ കാലത്ത് ആക്രമിക്കപ്പെട്ട ക്ഷേത്രം പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. ശിവനുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രത്തിനുള്ളത്. ജ്യോതിർലിംഗ പ്രതിഷ്ഠ നടത്തിയതോടെ ക്ഷേത്രം ഏറെ പ്രസിദ്ധമായി. അതോടെ തിരക്കേറിയ തീർത്ഥാടന കേന്ദ്രവുമായി. ഹൈന്ദവ ആർക്കിടെക്ചറിലാണ് ഓംകാരേശ്വർ ക്ഷേത്ര മന്ദിരത്തിന്റെ രൂപകൽപ്പന. കൂർത്തുയരുന്ന ഗോപുരങ്ങളാണ് പ്രധാന ഭാഗം. ആയിരക്കണക്കിന് വിശ്വാസികൾ പ്രതിദിനം ഇവിടെ ആരാധനയ്ക്ക് എത്തുന്നുണ്ട്. ആരാധനാ കേന്ദ്രമെന്ന പോലെ ഓംകാരേശ്വർ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. നർമ്മദാ നദിയാണ് ഇവിടെ പ്രധാന അട്രാക്ഷൻ. നദിയിലൂടെ ബോട്ടിൽ സഞ്ചരിക്കാം. അടിപരന്ന പ്രത്യേകതരം ശിക്കാരകളാണ് ഇവിടെയുള്ളത്. പ്രധാനപ്പെട്ട ഹട്ടുകളിലേക്കെല്ലാം വള്ളത്തിൽ ചെന്നിറങ്ങാം. അടുക്കുകളായി കാണുന്ന പാറക്കെട്ടുകൾ ഈ യാത്രയിലെ ഒരു വേറിട്ട കാഴ്ചയാണ്.
നല്ല ആഴവും ശക്തിയായ ഒഴുക്കുമുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ധാരാളം അപകട മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളം നിറയുമ്പോൾ ഡാമിനരികിലേക്കും ബോട്ടിൽ ചെല്ലാനാകും. നദിയുടെ തീരത്തെ ഘട്ടുകളും ക്ഷേത്ര കോംപ്ലക്സിന്റെ ഭാഗമായ നിർമ്മിതികളുമെല്ലാം കണ്ടുകൊണ്ടാണ് നദിയിലൂടെയുള്ള യാത്ര. ഓംകാരേശ്വർ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഗോമുഖ് ഘട്ടിൽ ഇറങ്ങിയാൽ മതി. ഏറ്റവും താഴെയുള്ള നഗർഘട്ടിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകാൻ ഓംകാരേശ്വർ ജൂല എന്ന നടപ്പാലവും നദിക്ക് കുറുകെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഓംകാരേശ്വര ക്ഷേത്രത്തിന് പുറമെ നിരവധി ക്ഷേത്രങ്ങൾ ഈ പരിസരത്തുണ്ട്. മാമലേശ്വർ ക്ഷേത്രമാണ് അതിൽ പ്രധാനം. ഹോൽക്കർ രാജവംശകാലത്ത് സ്ഥാപിച്ച ഒരു കൊട്ടാരം മന്ദാത ദ്വീപിലെ ഒരു കാഴ്ചയാണ്. സിഖ് മതസ്ഥരുടെ ആരാധനാ കേന്ദ്രമായ ഗുരുദ്വാരയാണ് മറ്റൊന്ന്. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരമായ ഇൻഡോറിലൂടെയുള്ള സിറ്റി ടൂർ നാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ത്യയുടെ ഉത്തര ദക്ഷിണ മേഖലകളെ കൂട്ടിയിണക്കുന്ന ഒരു വാണിജ്യ കേന്ദ്രമായിട്ടാണ് ഈ നഗരം വളർന്നു വന്നത്. ഇന്ന് മധ്യ ഇന്ത്യയുടെ വ്യാവസായിക കേന്ദ്രം ഇൻഡോർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരവും. വിന്ധ്യ പർവ്വതനിരയുടെ പ്രകൃതി രമണീയമായ പശ്ചാത്തലവും ഈ നഗരത്തിന് മുതൽക്കൂട്ടാകുന്നു.